അനു കണ്ണാ. ഓ കിടന്ന് കാറണ്ട, കാര്യം എന്താന്ന് പറ. എടി മുയലും കുഞ്ഞെ, മര്യാദക്ക് സത്യം പറഞ്ഞോ, നീയല്ലേ എടി എൻ്റെ ലിപ്സ്റ്റിക് എടുത്തത്? ഒന്ന് പോയേടി, ഞാനൊന്നും കണ്ടില്ല നിന്റെ ലിപ്സ്റ്റിക്ക്. മാറി നിൽക്ക്, ഞാൻ ബാക്കി ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ. മര്യാദക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ടുപിടിച്ചിട്ട് നീ പോയാൽ മതി. ഇടി ചേച്ചി, നിന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് കുറേ വർക്ക് പെൻഡിങ് കിടക്കുക. ഞാൻ പോവുക, നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. എൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ടുപിടിക്കാണ്ട് ഒരടി നീ മുന്നോട്ട് വെക്കണം. നിർത്തോ രണ്ടും, കുറെ നേരമായി കേൾക്കണം. നിങ്ങൾ രണ്ടും അടി കൂടുന്ന അതൊക്കെ കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ഉറക്കം എന്തിനാ കളയുന്ന ജന്തുക്കളെ? അതെ, ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത, പക്ഷെ ഒച്ച കുറച്ച് വേണം. ഓക്കെ ബോസ്, ഓക്കെ ബോസ്. Then you continue guys. I will go and sleep. Bye. എന്റെ കർത്താവേ, ഈ വീടെന്താ ഇങ്ങനെ? ഇച്ചായന്റെ പെങ്ങന്മാരെ ഇച്ചായ വിളിക്കണോ അതോ ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. തനു, യാമി. അത് പിന്നെ വലിയേട്ട, അതുണ്ടല്ലോ. എടാ പാൽക്കുപ്പി, നീ ഇപ്പൊ എന്തായടി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ എടുത്തിട്ടില്ലെന്ന്. അയ്യടാ, പപ്പയുടെ കണ്ണിന് ഇത് ആരാ തന്നെ? എടി റിതു, ഒരു ഡെത്ത് ബെല്ലല്ലേ ഞാനാ കേട്ടത്. കില്ലുമേടി നിന്നെ ഞാനിന്ന്. അയ്യോ വീട്ടുകാരെ ഓടിവായോ, നോക്കിക്കൊണ്ട് വന്നതിന് ഹെൽപ്പ് ചെയ്യോ വീട്ടുകാരെ. അയ്യോ ഓടിവായോ. അയ്യോ അമ്മയാ, ചാച്ച എനിക്ക് ഇച്ചിരി അരര് വെള്ളം കൂടെ തായോ. അയ്യോ എന്നാ കുടിക്ക, രണ്ടത്തെ പണിക്ക് പോയിട്ടല്ല. ഒരു മിസ്റ്റേക്ക് ഏതൊരു പോലീസുകാരനും പറ്റുമല്ലോ അല്ലേ?
ഓ, അവളുടെ ഒരു മിസ്റ്റേക്ക്. ഈ മാസം ഇതും കൂടി കൂട്ടി നിന്റെ 10ാമത്തെ മിസ്റ്റേക്കാണ്. അതും ഇവൻ്റെ കൂടെയുള്ള നിന്റെ 8ാമത്തെ. അടിച്ച് നിന്റെ 32 പല്ല് ഞാൻ ഡിസ്റ്റർബ് ചെയ്യും കേട്ടോടി കോഴിക്കുഞ്ഞെ. കേട്ടു, സോറി. നീ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ ഋതുവിനെ യാമി കൊല്ലുന്നേ കാണാമായിരുന്നു. ഓ മതിയടാ കണ്ണ, നീ കഷ്ടപ്പെടണ്ട, എനിക്ക് മനസ്സിലായി. അല്ല, പപ്പയും അമ്മ വന്നില്ലേ? അവര് വന്നിട്ടുണ്ട്, ബേസ്മെന്റിലുണ്ട്. ഓ, അപ്പൊ തുടങ്ങി ഇന്നത്തെ. തുടങ്ങുകയും ചെയ്തു, കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്തു. In a world where justice is brought, truth is buried, and the innocent suffer in silence, there exists a place hidden from the eyes of mankind, a place where darkness does not symbolize evil, it symbolizes judgment. Welcome to the Black Room. A kingdom beyond laws, beyond power, beyond fear. Here, the cries of the broken are heard, the sins of the guilty are weighed, and justice is inevitable. At the center of this kingdom sits the queen, a woman whose wisdom commands even the shadows themselves. So great is her authority that even the king speaks only one thing: be silent and let her rule her kingdom. Besides them stand their 2 eldest sons, heirs not to a throne of gold but to a legacy of justice. Together, this family becomes the voice of the voiceless, the shield of the innocent, and the nightmare of those who thrive on injustice. The Black Room does not seek revenge, it seeks balance. For every tear shed in darkness, for every life shattered by cruelty, judgment awaits, and when the Black Room calls your name, there is no word left to hide. പ്ലീസ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഐ എം ബെഗിങ് യു, പ്ലീസ്. Cry as much as you want, because today is your last day on earth. You wouldn't be seeing tomorrow's sunrise. എൻ്റെ പേര് മാഡം, പ്ലീസ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എൻ്റെ ഫാമിലി ആലോചിച്ചിട്ടെങ്കിലും എന്നെ വെറുതെ വിടണം, പ്ലീസ്. എൻ്റെ ഫാമിലിയെ തൊടുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നു അത്. ആരോഹി, wait, let me do it. സാർ, പ്ലീസ്, സാറെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെ വെറുതെ വിടാൻ പറയണം, പ്ലീസ്. അച്ചോ, നായിൻ്റെ മോളെ, എൻ്റെ മക്കളെ തൊടുമ്പോൾ നീ ഇത് ആലോചിച്ചില്ലല്ലോ. സോറി 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 സാർ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എന്നെ വെറുതെ വിടാൻ പറ, പ്ലീസ്. നിൻ്റെ ഒരു മൈലും ഞങ്ങൾക്ക് വേണ്ട. ആരാത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി. സാർ, അത് സ്കാർലറ്റ് വിച്ചിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് കണ്ണൻ്റെ നാനിയായിട്ട് വരാനും അതുപോലെ തന്നെ കുഞ്ഞിനെ കൊല്ലാനും എല്ലാം അയാൾ എന്നോട് പറഞ്ഞത്. ഓഹോ, ആസ് എക്സ്പെക്റ്റഡ്. ആരോഹി, യാഷുവിനെയും വിക്കിനെയും വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ യാഷു, നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? കഴിഞ്ഞ ദിവസം കണ്ണനെ കൊടുക്കാനുള്ള പോയ്സൺ എനിക്ക് തന്നപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ ഇന്ന് നാട്ടിലേക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ പണി തീർത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടുന്നു. ഓഹോ, അപ്പൊ പണി എളുപ്പമായല്ലോ. നാട്ടിൽ ചെന്നാ പണിയില്ലാതെ ഇരിക്കേണ്ടി വരുമെന്നാ വിചാരിച്ചേ. ബട്ട് ഇതിപ്പോ വാട്ടവർ, ഇവളെ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? Gonna give her ticket to hell. യാഷു, ഇത് നീ തന്നെ അവൾക്ക് കൊടുക്ക്.
Wait for 10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Wait. എല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ആരും ഒന്നും എടുത്ത് വെക്കാൻ മറക്കണ്ട. എന്റെ പെൺമക്കളോട് സ്പെഷ്യലി പറയുക, കുരുത്തക്കേടൊന്നും നിൽക്കാതെ നാട്ടിലെത്തണം. ചിക്കു, ഇന്നൊരുടെ കണ്ണനെ എന്റെ കൂടെ കിടക്കാൻ വിടാമോ? ഓ അതിനെന്നമ്മ. മമ്മ ഡിസ്റ്റർബ് ആണല്ലോ പപ്പ. കുഴപ്പമില്ല, അത് മാനേജ്. പിന്നെ ചിക്കുവിനോട് തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട.